സവാള താൻ കഥയായിട്ട് വന്നതാണോ? ഞാനൊരു ചെറിയ ട്രബിൾ ആയിട്ട് വന്നതാ. തലക്കായിരിക്കും അല്ലേ? ഏയ് അല്ലല്ല. ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങൾ ഒട്ടാകെ ആവശ്യപ്പെടുകയാണെങ്കിൽ ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കാം. എങ്ങനെ? ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങൾ ഒട്ടാകെ ആവശ്യപ്പെടുകയാണെങ്കിൽ ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കാം. ഇന്ത്യ ചെയ്തതായ ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്തതായ അവിഹിതമായ ഒരു ഇടപെടലിന്റെ ഫലമായിട്ടാണ് ബംഗ്ലാദേശ് ഉണ്ടായത്. അങ്ങനെ സ്വതന്ത്ര രാജ്യം ഉണ്ടായത്. അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിന്റെ കിഴക്കൻ പാകിസ്ഥാൻ എന്നത് പശ്ചിമ പാകിസ്ഥാന്റെ ഒരു ഘടകമല്ലേ? അതിൽ പോയി ഇടപെടേണ്ട കാര്യം ഇന്ത്യക്ക് എന്താ ഉള്ളത്? പാകിസ്ഥാനെ തൊട്ടത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടല്ല, അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ അല്ല, ഞാനങ്ങനല്ല, വാക്കുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കില്ല. അല്ലല്ല, താങ്കൾ ദുർവ്യാഖ്യാനം ചെയ്യരുത്. സയ്യിദ് അബുൽ അലാ മൗദൂദി അദ്ദേഹത്തിന് മദ്രാസ് പ്രസംഗമുണ്ട്. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാവാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ചതുരശ്ര കിലോമീറ്ററിന്റെ ഉള്ളിൽ മുസ്ലിം ഭൂരിപക്ഷം ഉണ്ട് എന്ന് വിചാരിച്ച് അവിടെ ഇസ്ലാമിക ഭരണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അത് ശരി. അത് ജനത മൊത്തത്തിൽ അങ്ങനെ ആവുകയാണെങ്കിൽ അത് അംഗീകരിക്കുക എന്നല്ലാതെ ഈ കഷ്ണമാക്കി ഇസ്ലാമിക ഭരണം നടപ്പാക്കാൻ ഇസ്ലാം പറയുന്നില്ല. അപ്പോൾ പാകിസ്ഥാൻ തെറ്റാ. പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാക്കാൻ പാടില്ല. അവര് വേണ്ടത് ഇന്ത്യയോട് ലയിക്കാം. അതെന്റെ അഭിപ്രായം. അയാളെ കൊണ്ട് പൊറിഞ്ഞു മുട്ടിയിരിക്കുക. ഞാൻ സംസാരിക്കാം. ചുമ്മാ സംസാരിച്ചാ പോരാ, ശരിക്കും സംസാരിക്കണം. ഇവിടെ പറഞ്ഞ കാര്യം കേൾക്കുമ്പോ സത്യത്തില് ചിരിക്കണോ കരയണോ എന്നറിയില്ല. അതാണ് സത്യാവസ്ഥ. അതേപോലെ തന്നെയാണ്. കരഞ്ഞോ ആ ശരി, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കരയാം. ആദ്യം ഞാൻ കരയട്ടെ. ഞാൻ നിനക്ക് ശക്തമായിട്ട് കുറച്ച് ഉപദേശം തരാൻ പോവാ. എനിക്കാ? അതായത് എന്താണോ മൗദൂദി പറഞ്ഞത് അത് അതേപോലെ ഇവിടെ പറയട്ടെന്നേ. ഈമാൻ, നിങ്ങൾ ക്ഷമ കൈക്കൊള്ളൂ. അറബിയൊക്കെ ഇവിടെ ഉണ്ട്. പോത്തിനോട് വേദോദാണ്, വെറുതെ സമയം കളയണ്ട. പറഞ്ഞോ, സമാധാനായിട്ടിരിക്കൂ. ഒന്ന് സമാധാനായിട്ടിരിക്കൂ. ഓക്കെ, അനാവശ്യമായിട്ട് ശബ്ദം ഉണ്ടാക്കുന്നത് കഴുതുകളുടെ ശബ്ദമാണ് ഖുറാനിൽ എഴുതിയിരിക്കുന്നത്. അതിനെ കൊണ്ട് വായിപ്പിക്കരുത്. അതായത് ഇവിടെ പറയുന്നത് എന്താണ്? ഞാൻ പറഞ്ഞില്ല, എഴുതിയ കാര്യം ഞാനൊന്ന് പറയട്ടെ. ഞാനൊന്ന് പറയട്ടെ. താങ്കൾ പറഞ്ഞപ്പോ ആരും ഇടപെട്ടില്ലല്ലോ. നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. യുദ്ധം കൊണ്ട് പൊറുതിമുട്ടുകയും അതേപോലെ തന്നെ ഹിന്ദുക്കളായിട്ടുള്ള ആളുകളെ പ്രത്യേകിച്ചും അവരെ തെരഞ്ഞുപിടിച്ച് 1971 ആ ഒരു കാലഘട്ടത്തിൽ അവിടെ നടത്തിക്കൊണ്ടിരുന്ന ഹിന്ദു ജനോസൈഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അതിൽ ഇടപെട്ടുകൊണ്ട് അതിനെയൊക്കെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ആ നീക്കത്തെ വേറെ രീതിയിലേക്ക് വളച്ചുകൊണ്ട് പോകുന്നതിന് നമുക്ക് തെറ്റൊന്നും പറയാൻ കഴിയില്ല. കാരണം കാർട്ടൂണുകളാണ് അദ്ദേഹം അതിന് വേണ്ടിയിട്ട് അവലംബിച്ചിരിക്കുന്നത്, ഇതിനെ വിമർശിക്കുന്ന ആളുകൾ. അങ്ങനെ കാർട്ടൂണുകളൊക്കെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പല കാർട്ടൂണുകളും മുഹമ്മദ് നബിയെ കുറിച്ച് വരച്ചു വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയേണ്ടി വരും. അത് വെറുതെ പറയിപ്പിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് കാർട്ടൂണൊക്കെ അവിടെ മാറ്റി വെക്കാം. നിങ്ങൾക്ക് പറയാനുള്ള വിയോജിപ്പുകളൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ ഉന്നയിക്കുന്നത് പോലെ തന്നെ തിരിച്ചുള്ള കാർട്ടൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ എഴുത്തുകൾ വെച്ചിട്ടോ വരുമ്പോൾ അത് സ്വീകരിക്കാനുള്ള ഒരു കെൽപ്പ്, അത് സ്വീകരിക്കാനുള്ള കെൽപ്പും ഒരു ക്ഷമയും നിങ്ങൾ കാണിക്കണം. അതാണ് ജനാധിപത്യ മര്യാദ എന്ന് പറയുന്നത്. അല്ലാതെ ആളുകൾ സംസാരിക്കുമ്പോൾ ഒരു വാക്ക് പോലും സംസാരിക്കാൻ അനുവദിക്കാതെ ഇതേപോലെ ഇടയ്ക്ക് കയറി ഇങ്ങനെ സംസാരിച്ച് ഇതിന് വെകിളി കൂട്ടുന്നതിന് ജനാധിപത്യം എന്ന് പറയില്ല. അതിന് അസഹിഷ്ണുത എന്ന് തന്നെയാണ് നമ്മൾ പറയാം. അതിന് നിങ്ങളുടെ നിലവാരമില്ല എന്ന് തന്നെയാണ് പറയാം. ഇനി അടുത്ത കാര്യം ഇതിൽ പറയാനുള്ളത്, ഒന്ന് സമാധാനിക്കും. അസ്വബറുൻ ഇസ്മുൽ ഈമാൻ 10 തവണ ദിക്റ് ചൊല്ലി അവിടെ ഇരിക്കും. ഓക്കെ, ആയിക്കോട്ടെ. സന്തോഷം, അത്ര നിർബന്ധമാണ്. ഞാൻ തരാൻ വണ്ടിക്കൂലി. വേഗം സ്ഥലം ചില സമയങ്ങൾ അങ്ങനെയാണ്. നിങ്ങൾ വണ്ടി പ്ലെയിൻ പിടിച്ച് പോയിട്ട് കല്ലെറിയുന്ന ആൾക്കാരല്ലേ, എത്ര ചെലവല്ലേ? അപ്പൊ കുറച്ച് ചെലവുണ്ടാവും. അപ്പൊ സമാധാനമായിട്ടിരി പറയുന്നത് കേൾക്കും. അപ്പൊ ഇവിടെ പറയാനുള്ളത്, ഇനി ഈ മൗദൂദി പറഞ്ഞത് ശരിയാണോ? ശരിയാണ്. പക്ഷെ എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗദൂദി എന്താ പറഞ്ഞത് നിങ്ങൾ വരികളിലൂടെ ഒന്നുകൂടി നോക്കൂ. ഇപ്പൊ നിങ്ങൾ ഈ പാകിസ്ഥാനുമായിട്ട് പോകുമ്പോ അതൊരു ലെസർ ഗോളാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. നമുക്ക് പാകിസ്ഥാൻ മാത്രം പോരാ, ഇന്ത്യ മൊത്തം നമുക്ക് ഇസ്ലാമിക രാജ്യമാക്കണം എന്ന് പറഞ്ഞ സാധനത്തെയാണ് ഇവിടെ എടുത്തു പറഞ്ഞിട്ട് മൗദൂദി പാകിസ്ഥാൻ ഉണ്ടാകുന്നതിന് എതിരാണെന്ന് പറയുന്നത്. മൗദൂദി പാകിസ്ഥാൻ ഉണ്ടാകുന്നതിന് എതിരായിരുന്നു, ശരിയാണ്. പക്ഷെ മൗദൂദി എന്താ ബാക്കി പറഞ്ഞത്? നമുക്ക് പാകിസ്ഥാൻ മാത്രം പോരാ, ഇന്ത്യ മൊത്തം നമുക്ക് ഇസ്ലാമിക രാജ്യമാക്കണം എന്ന് പറഞ്ഞതിനെയാണ് ഇദ്ദേഹം ഇവിടെ എന്താണ് നമ്മളിപ്പോ ഗ്ലാസ് ഇസ് ഹാഫ് എംപ്റ്റി ഹാഫ് ഫുൾ എന്ന് പറയുന്ന പോലെ പുള്ളി അതിന് ഉൾട്ട ആക്കിയിട്ട് പറയാണ്. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഇന്ത്യ മൊത്തം ഇസ്ലാമിക രാജ്യമാക്കണം എന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളെയാണ് ഇവിടെ വെള്ളപൂശിയത്.
പൂശിയത്. ഇതാണ് ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ തനി കോണം എന്ന് പറയുന്നത്. ഇത് നമ്മൾ അനുവദിക്കാൻ പാടില്ല. ഇവനൊക്കെ മുക്കാലിൽ കെട്ടി ചാട്ടവാറിനടിച്ച് നാട് കടത്തണം. ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ അതിന്റെ വക്താക്കളായിട്ടുള്ള ആളുകളുടെ അവരുടെ ഫാദർ ഓഫ് നേഷൻ ആയിട്ടുള്ള മുജീബ് റഹ്മാനെ വരെ അവമതിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇന്നിപ്പോ എത്തുന്നത് നമ്മൾ കാണുമ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഈ നാട്ടിലെ ഒരു സാധാരണ പൗരനെന്ന നിലയ്ക്ക് ഒന്ന് പറഞ്ഞോട്ടെ. ഇവിടെ ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മളുടെ അബ്ദുള്ള, അതായത് ഇത് അവർക്കെതിരായിരുന്നു, അവരുടെ ഇച്ഛക്കെതിരായിരുന്നു എന്നാ പറയുന്നത്. ശരിയാണ്, അവരുടെ ഇച്ഛക്കെതിരെ തന്നെയായിരുന്നു. അത് ആ ഇച്ഛയോടൊപ്പം നിന്ന ആളുകൾ ആരാണ്? അതായത് ഹിന്ദു കൂട്ടക്കൊല നടത്തുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമിക്കാരായിട്ടുള്ള ആളുകൾ 1971 ആ കാലഘട്ടത്തിൽ ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൊന്നു തള്ളുന്ന സമയത്ത്, ഹിന്ദുക്കളായിട്ടുള്ള സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്ന സമയത്ത് അത് ചെയ്യുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാർ ആയിട്ടുള്ള ആളുകൾക്ക് അനുകൂലമായിട്ട് നിന്നിട്ടുള്ള ആളുകളാണ് ഈ ഇന്ത്യയിൽ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന ഈ അബ്ദുള്ള അടക്കമുള്ള അബ്ദുള്ള അടക്കമുള്ള ഈ ജമാഅത്ത് ഇസ്ലാമി, ഇന്ത്യയിലെ ജമാഅത്ത് ഇസ്ലാമി. വിവരദോഷമല്ലേ കാണിക്കണത്? അതിന്റെ വക്താക്കൾ ഇവിടെ ഇവിടെ തന്നെയല്ലേ പറഞ്ഞത് ഇസ്ലാമിയോടൊപ്പം ഇവിടെ നിങ്ങൾ പറഞ്ഞത്. അതിന്റെ ഭാഗമായിട്ടുള്ള അടക്കം ഭാഗമായിട്ടുള്ള ആളുകൾ നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഇത് പറയുമ്പോൾ ഉൾക്കൊണ്ടെന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പും നിങ്ങളുടെ ഈ മുതലക്കണ്ണീരും അതൊക്കെ കൈവെക്കുക. നിങ്ങൾ ഈ തരത്തിൽ ചരിത്രത്തിലെമ്പാടും അയ്യോ പാവം ഒന്നും അറിഞ്ഞൂടാ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് എന്നും വഴിവെച്ചിട്ടുള്ള, കലാപമുണ്ടാക്കുന്നതിന് എന്നും വഴിമരുന്നിട്ടിട്ടുള്ള, അതിന്റെ വെടിമരുന്നുമായിട്ട് നടന്നിട്ടുള്ള നിങ്ങളെ പോലുള്ള ആളുകൾ മൗദൂദിയെ പോലും വെളുപ്പിക്കുന്നത് നമ്മൾക്ക് ഇവിടെ കാണുമ്പോൾ മിണ്ടാതിരിക്കാൻ കഴിയില്ല. നമ്മൾ പറയാനുള്ളത് പറയും. നിങ്ങൾക്ക് താങ്ങില്ല എന്ന് നമുക്കറിയാം. വിളിച്ചു വേണതേ തന്നുള്ള കാര്യമാണ്. നിങ്ങൾ നേതാക്കന്മാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ നേതാവായിരുന്നു എന്നല്ല പറയുന്നത്, അതിന്റെ വക്താക്കളായിരുന്നു നിങ്ങളെ. നിങ്ങളുടെ മുന്നേ ഉള്ള ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്ത ആളുകളായിരുന്നു. അതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അത് കളവല്ല. നിങ്ങളെ ഞാൻ ചാലഞ്ച് ചെയ്യാണ്. ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി അന്നെടുത്ത കൈക്കൊണ്ട നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമിയോട് ഒപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇവിടെ കണ്ടത്. അതിന്റെ വക്താക്കളാണ് നിങ്ങളൊക്കെ. അതിന്റെ ബാക്കിയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ മീഡിയ 1, മുക്കാൽ മീഡിയ അടക്കമുള്ള സാധനങ്ങൾ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ കൈ കഴുകാൻ കഴിയില്ല. അതൊക്കെ നിങ്ങൾ വേറെ വല്ല സ്ഥലത്തും പോയി പറഞ്ഞാൽ മതി എന്നേ നമുക്ക് പറയാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാരും കൂടി നാടിന്റെ സ്വസ്ഥത നശിപ്പിക്കാനാ ഭാവമെങ്കിൽ ഞങ്ങൾ ഒന്നെല്ലാം അടിച്ചു പൊളിച്ചു കളയും. ഈ നന്ദികേട് എന്നുള്ള വാക്ക് ഞാൻ ഇവിടെ പരാമർശിക്കുന്നില്ല. ഇന്ത്യ എപ്പോഴും ഇതുപോലുള്ള സംഗതികളിൽ ഇടപെടണം, അതിൽ നമ്മൾ കാര്യങ്ങൾ പറയണം. പക്ഷേ ഇവിടെ ഈ വിഷയത്തെ എടുത്തു വെച്ചുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയെ വെളുപ്പിക്കാനും അവിടെ ബംഗ്ലാദേശിൽ നടന്നിട്ടുള്ള വിഷയത്തെ വെളുപ്പിക്കാനും അന്ന് നടന്ന ഹിന്ദു കൂട്ടക്കൊല ഇല്ല എന്ന് പറഞ്ഞു വെക്കാനുമാണ് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നടപ്പില്ല. ഇവിടെ ചരിത്രം നിങ്ങൾക്ക് മാത്രമല്ല അറിയാം, ചരിത്രം അറിയുന്ന ബാക്കി ആളുകളൂടെ ഉണ്ട് എന്നൊന്ന് മനസ്സിലാക്കണം. നല്ലതാണ് മിസ്റ്റർ സീറോ അബ്ദുള്ള. അത് പീതാംബരൻ എന്നെ ഇരുത്തുകയാണല്ലോ. നേരത്തെ ആ സുഹൃത്ത് പറഞ്ഞത് മതം എന്ന് പറയുന്നത് ഏകീകരണ ശക്തിയല്ല എന്നാണ്. ഭാഷ ഏകീകരിക്കും. അങ്ങനെയെങ്കിൽ 2 ബംഗാൾ എങ്ങനെ? പശ്ചിമ ബംഗാളും കിഴക്കൻ ബംഗാളും 2 രാജ്യമായത് എങ്ങനെ? ഇന്ത്യയുടെ കീഴിലുള്ളതായ ബംഗാൾ, പശ്ചിമ ബംഗാൾ എന്ന് പറഞ്ഞ രാജ്യമല്ലേ? അതുപോലെ തന്നെ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് 2 ഒരേ ഭാഷയല്ലേ? എന്തുകൊണ്ട് അവരൊന്നാകുന്നില്ല? എന്റെ അമ്മച്ചി എന്തൊരു പെർഫോമൻസ്! എവിടെ നിന്ന് കിട്ടി ഇതിനെ? അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ആലോചിച്ചിട്ട് വേണ്ട ഇതൊക്കെ ചർച്ച ചെയ്യാന്. മതത്തോടോ അല്ലെങ്കിൽ ഇസ്ലാമിനോടോ എന്തെങ്കിലും ഒരു വെറുപ്പുണ്ട് വിചാരിച്ച് എന്തെങ്കിലും വിളിച്ചു പറയാ. മതം എന്നത് ഏകീകരണ ശക്തിയാണ് എന്നതിന് ഇത്രയും കാലം ഒന്നിച്ചു നിൽക്കുന്നു എന്നത് തന്നെയാണല്ലോ. പലയിടങ്ങളിലും പല രാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കുന്ന മതത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ പറയാൻ കഴിയില്ല. ആ കാരണത്താലാണ് ഇസ്ലാമിനെ വേട്ടയാടുന്നതും. ഇസ്ലാം ഒരു ഏകീകരണ ശക്തിയാണെന്നുള്ളത് വളരെ വ്യക്തമായും എല്ലാവർക്കും അറിയാം. അതിന്റെ ശക്തി വളരെ പ്രകടമായി ആളുകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കരം തന്നെ. യൂറോപ്പിലേക്കൊക്കെ ഇപ്പോൾ മുസ്ലിങ്ങൾ ചെല്ലുമ്പോൾ അവരെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് അവർക്ക് പൗരത്വം കൊടുക്കാതിരിക്കാൻ വേണ്ടിയും അവരെ തുരത്താൻ വേണ്ടിയും നാട് കടത്താൻ വേണ്ടിയൊക്കെയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ ഏകീകരിക്കപ്പെടുന്നു. പാകിസ്ഥാൻ വന്നവരും ബംഗ്ലാദേശിൽ വന്നവരും ഇന്ത്യയിൽ നിന്ന് വരുന്നവരും ഒക്കെ ഒന്നാവുകയാണ്. ശക്തി അതിലൊക്കെ വിശ്വാസമുള്ളവർക്ക്. പിന്നെ ഇവിടെ പോയിട്ട് സംസാരിച്ച എന്തേ കയ്യിലിരിപ്പ് ശരിയല്ലാത്തതുകൊണ്ടാണ് അത് ശരിയല്ല. വേണ്ട, അത് തന്നെ വിശ്വാസമില്ലാതെ ഒരു വട്ടം ഒരു പെണ്ണിട്ടി ഒന്നാമത് പെണ്ണിട്ടി അവൾ വിശ്വാസമില്ല, 2ാമത് കെട്ടി അതിന് വിശ്വാസമില്ല, 3ാമത് കെട്ടി വിശ്വാസമില്ല, ഇപ്പൊ 4ാമതൊന്ന് കിട്ടീന്. അങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മളിവിടെ ചർച്ചയിലൊക്കെ നിൽക്കുന്നത്. അവർക്ക് ഭൂമിയിൽ ഒന്നും വിശ്വാസം ഉണ്ടാവില്ല. അത് അവരുടെ വാചകങ്ങൾക്കൊന്നും മറുപടി പറയാന്ന് ഞാൻ തയ്യാറില്ല. ഇതൊരു നടക്ക് പോണ മാതിരില്ല. മാരിയത്തിൽ കിബിത്തിയാണ് ഇപ്പൊ ഭാര്യ. എന്ത് ഇപ്പൊ മാരിയത്തിൽ കിബിത്തിയാണ്. പറയലടാ പറഞ്ഞിട്ട് പറയും, പറഞ്ഞു കഴിഞ്ഞിട്ട് പറയും. പറയാൻ വേണ്ടി നിങ്ങൾ പറയും ചെയ്യേ. മുഹമ്മദ് നബിയുടെ കഥ പറയാ എന്താ? മുഹമ്മദ് നബി കല്യാണം കഴിച്ചത് നമുക്ക് മാതൃകയാണ്. മുഹമ്മദ് നബി ആദ്യത്തെ കല്യാണം കഴിക്കുന്നത് അതിനെ സംസാരിക്കാൻ ഞാൻ തോളേക്ക് ഒരു ഉച്ചറിയും. മനസ്സിലായിക്കോ? എന്റെ പഴയ ഞാൻ ചാല ഉണ്ടായ കാലം മുതൽക്കുള്ള ചർച്ചയിൽ മുഹമ്മദ് നബി ആദ്യത്തെ കല്യാണം കഴിക്കുമ്പോൾ 2 ഓട്ടോറിക്ഷയിൽ അദ്ദേഹത്തിന്റെ ഭാര്യ പുതുക്കത്തിന് വന്നത്. എന്തോന്ന് മുഹമ്മദ് നബി ആദ്യത്തെ കല്യാണം കഴിക്കുമ്പോൾ 2 ഓട്ടോറിക്ഷയിൽ അദ്ദേഹത്തിന്റെ ഭാര്യ പുതുക്കത്തിന് വന്നത്. എന്താന്ന് പറയുമ്പോ മനസ്സിന്റെ ഒരു എനിക്ക് സമാധാനം സന്തോഷമൊക്കെ പാട്. 6 കുട്ടികൾ 6 കുട്ടികളുള്ളത് നിങ്ങൾ അറിയുന്നില്ല. കഴിക്കും. നല്ല സുന്ദരനായ ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കുന്നത് ഒരു ഓട്ടോറിക്ഷയിൽ.
നിങ്ങൾ എന്ത് വെറുപ്പിക്കലാണ്, ഭയങ്കര വീട്ടിലാണല്ലോ നിങ്ങള്. ആറ് കുട്ടികളുടെ ഒരു മനുഷ്യൻ കല്യാണം കഴിക്കോ? രണ്ടാമത് കല്യാണം കഴിച്ചിട്ട് ഞാൻ വേണ്ടാത്ത പറയും. പഴംപുരാണം പറഞ്ഞു വെക്കാൻ നേരമില്ല. ആങ്കർ കൊണ്ടാത്ത എന്താ? കൊണ്ടാതിരിക്കാം. എന്ത് ചർച്ചയിലൊക്കെ വരുന്നത്? പ്രവാചകർ പറഞ്ഞിട്ടല്ലേ കല്യാണം കഴിച്ച ഞാൻ കേട്ടല്ലോ. പറഞ്ഞു രണ്ടാമത് കല്യാണം കഴിക്കുന്നത് 68 വയസ്സുള്ള സ്ത്രീനാണ്. ജീവചരിത്രം പറയാതെ കാര്യം പറ പീതാംബര. അവരവിടെ ഭർത്താവ് ഇത് ഓപ്ഷനിലേക്ക് ഇച്ചിറ പോയി, ആ സ്ത്രീ ഭർത്താവ് അവരെ ഒഴിവാക്കി. അപ്പൊ അതിന് കല്യാണം കഴിച്ചു. ഇങ്ങനെ അഭയം നൽകി കല്യാണം കഴിച്ചാൽ ഞാൻ പരിഹസിക്കുന്നത്. ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കണ്ടേ? ഹോമിയോപ്പതി പഠിക്കാൻ പോയിട്ടെങ്കിൽ ഇസ്ലാം മനസ്സിലാവുക. ഹോമിയോപ്പതി എന്ന് പറയുന്നത് തന്നെ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അത് പഠിച്ചാൽ ഡോക്ടർ എന്ന് പറയുന്നത് നടക്കുക. ഞാനാണ് കക്ഷി എന്താണെന്ന് പറഞ്ഞത്. ഹോമിയോപ്പതി യൂസ് ചെയ്യുന്ന ഞാൻ പേരിട്ടു. കാരണം എന്നെ വിളിച്ചത് നേരത്തെ കേട്ടില്ലേ, അബ്ദുള്ളാന്ന്. എന്ത് സാധനം? അപ്പൊ ഹോമി വിജയൻ ഞാൻ വിളിക്കാം, സീറോ വിജയൻ എന്നാ വിളിക്കാം. ഇമാതിരൊക്കെ പറഞ്ഞ മറുപടി ഉണ്ട്. വിഷയത്തിലേക്ക് വരാൻ പ്ലീസ്. വാട്ട് ഐ ഹാവ് ടു ഡു. വിഷയത്തിലേക്ക് ഞാൻ വരുന്നത്. വിഷയത്തിലേക്ക് വരും. നിങ്ങൾ പറഞ്ഞ അസംബന്ധങ്ങൾക്ക് കുറച്ചും കൂടി മര്യാദയിൽ എനിക്ക് മറുപടി പറയേണ്ടതുണ്ട്. ആ മറുപടി പറഞ്ഞിട്ട് എനിക്ക് വിഷയം വളരെ ഗൗരവമായിട്ട് തോന്നുന്നു. വേറെ എന്താ നിങ്ങൾ സംശയം പറയും, ഞാൻ പറയാം. എന്താ വേറെ ഏതാ വിഷയം? വേറെന്താണുള്ളത്? എന്തിനും നിനക്ക് പറയാനൊരു സമാധാനം ഉണ്ടല്ലോ. ഇപ്പോ എന്തായിരിക്കും ബംഗ്ലാദേശിന്റെ ഭാവി എന്തായിരിക്കും? ഇങ്ങനെ പോയാൽ ഇന്ത്യയെ ഉറപ്പിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമോ? താങ്കൾ പറ്റുന്നാണ് പറയുന്നത്. ബംഗ്ലാദേശ് പാകിസ്ഥാന്റെ അഫ്ഗാനിസ്ഥാന്റെ അവസ്ഥയിലേക്ക് പോവുകയാണ് ബംഗ്ലാദേശ്. മറ്റു രാജ്യങ്ങളിലൊന്നും സംഭവിക്കാത്ത എന്നൊന്നും പറഞ്ഞുകൂടാ. അവിടെ ഇപ്പം നടന്ന കലാപത്തിൽ ഹിന്ദുക്കൾ കൂട്ടക്കലാപം നടത്തിയ ശുദ്ധ കളവ. BBC പരിശോധിച്ച രക്ഷാകാരി ഇരിക്കുന്നത്. അവിടെ ആകെ കൊല്ലപ്പെട്ട ഹിന്ദുക്കളുടെ 9. ഇങ്ങനെ കള്ളം വിളിച്ചു പറയാതെ താങ്കൾക്ക് ഞാൻ അയച്ചുതരാം, വീഡിയോ ദൃശ്യങ്ങൾ ഞാൻ അയച്ചുതരാം. താങ്കൾക്ക് BBC പറയുന്ന ഞാൻ അങ്ങോട്ട് വെക്കാം. ഒന്ന് കൊടുക്കാന്ന് വിചാരിച്ച പിശാചി തത്തുപോലോ. ഇങ്ങനെ കള്ളം പടച്ചുവിടാതെ ആണ്. ഇങ്ങനെ കള്ളം പടച്ചുവിടാതെ പിന്നെ താങ്കൾക്ക് ലേഖനം അങ്ങോട്ട് വെക്കാലോ. അല്ല നിങ്ങളെ പോലത്തെ ബംഗ്ലാദേശ് പോയി വരാൻ ഞാൻ പൈസ ലേഖനം അങ്ങോട്ട് വെക്കുന്നില്ല. നിങ്ങൾ എന്തുകൊണ്ട് ലേഖനം അയക്കുന്നില്ല? ഒന്ന് പോടോ. സെറ്റപ്പ് ഉള്ള ആൾക്കാരാണല്ലോ. അവിടെ വലിയ ജനസൈഡ് നടന്നിട്ട് അതിനെ ഇത്രയും ലാഘവത്തോടെയാണ് കാണുന്നത്. തീവ്രത എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ പേടിക്കൂല കേട്ടോ. ഇങ്ങനൊരു മരത്തലേനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നശൂല. അടിസ്ഥാനത്തിലാണ് താങ്കൾ അത് പറയുന്നത്? നേരത്തെ താങ്കളുടെ നിങ്ങൾക്ക് BBC മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിനൊക്കെ അടിസ്ഥാനം ആധാരം. താങ്കളുടെ മകനും ഇതേ അഭിപ്രായമാണ് ഇവിടെ പറഞ്ഞിട്ട് പോയത്. അങ്ങനെ ഒരു കീഴ്വഴക്കം ഉണ്ടാക്കി വെക്കരുതല്ലോ, അതൊരു ശീലാവും. BBC പറഞ്ഞാൽ എല്ലാം ആയോ? ഞങ്ങൾക്ക് ജനമുണ്ട്. ജനം എല്ലാം അല്ല. BBC എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഡൈവേർട്ട് ചെയ്യുന്നത് മനസ്സിലാക്കിയതല്ലേ? നിങ്ങൾക്ക് എന്തുകൊണ്ട് ലേഖനം അങ്ങോട്ട് അയച്ചൂടാ? ഞാൻ അയക്കാം. ഒരുമാതിരി പട്ടുകോട്ടയ്ക്കുള്ള വഴി ചോദിക്കുമ്പോ കൊട്ടപ്പാക്കിന് വില പറയുന്ന ഏർപ്പാട് ഞങ്ങൾ വേണ്ട. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് അതിന്റെ എന്താണ് വസ്തുതകൾ എന്ന് പഠിക്കാനെങ്കിലും ശ്രമിക്കുക. അബ്ദുള്ള, താങ്കൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. ഈ BBC മാത്രം ഇങ്ങനെ ആശ്രയിക്കാതെ മറ്റു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടി ഒന്ന് മനസ്സിലാക്കൂ. ആദ്യം ഇങ്ങനെ മിതവാദത്തിലൂടെ ഇങ്ങനെ പതുക്കെ പോയി ഇപ്പോ അബ്ദുള്ളയിലെ തീവ്രവാദി പൊടുന്നനെ അങ്ങ് ചാടിയിരിക്കുകയാണ്. താങ്കൾ ഇനി അവിടെ ഇരുന്ന് കള്ളം പറയാതെ ദയവേത് നിന്റെ അടവൊന്നും ഇവിടെ എടുക്കേണ്ട. ആരിഫ് ഹുസൈൻ പറയുന്നത് കേൾക്കൂ. അയാളെ പോലത്തെ ഒരാളെ കൂടെ ഞാൻ ചർച്ചയ്ക്ക് തയ്യാറില്ല. തീർന്നിട്ടില്ല. ആരിഫ് ഹുസൈൻ ഒരു കാര്യം ചെയ്യാം, നാളെ മുതൽ BBC റിപ്പോർട്ടർ കൊണ്ടേ ഇരുത്താം സംവാദത്തിൽ. ഞാനൊരു അബ്ദുള്ള പറയുന്നതിന് മുന്നേ ദയവായിട്ട് എന്തായാലും അബ്ദുള്ള പറഞ്ഞത് പ്രകാരം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ഒരാൾ പോലും മരിച്ചിട്ടില്ല. അവിടെ മരിച്ച ഹിന്ദുക്കളുടെ എണ്ണം 0 ആണ് എന്ന് പറഞ്ഞതുകൊണ്ട്, 0 എന്ന് പറഞ്ഞാൽ 0 ആയതുകൊണ്ട് ഞാൻ അബ്ദുള്ള ഇനി മുതൽ 0 അബ്ദുള്ള എന്ന് തന്നെ ഞാൻ വിളിക്കുള്ളൂ. അദ്ദേഹം 0 അല്ല, അവിടെ ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്ന അന്ന് ഞാൻ അബ്ദുള്ള എന്ന് വിളിക്കും. ഓക്കെ, എന്തായാലും അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും നേരെയാണ്. അദ്ദേഹം BBC പഠിച്ച് വലിയ വിദ്യാർത്ഥി തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പോട്ടെ.
ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അബ്ദുള്ളയെ പോലെയുള്ള ആളുകൾ മിതമായിട്ട് തുടങ്ങി ഇതുപോലെ തീവ്രമായിട്ട് വരുന്നു എന്നുള്ള തോന്നൽ നിങ്ങൾക്കാണ്. എനിക്കതില്ല. കാരണം ഈ തക്കിയ കണ്ടു തന്നെയാണ് നമ്മൾ ഇതൊക്കെ ശീലിച്ചത്, മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്നത്. അതായത് തങ്ങൾക്ക് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിൽ മതേതരവാദിയാകും, ജനാധിപത്യവാദിയാവും, വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളും, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളും, എല്ലാം അവിടെ നിലകൊള്ളും. അതേസമയം തങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലത്തെത്തിയാൽ അവിടെ പിന്നെ ജനാധിപത്യം വേണ്ട, അവിടെ പിന്നെ മതേതരത്വം വേണ്ട, അവിടെ പിന്നെ നിയമം മതി, അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം വേണ്ട, അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം പകരം ഇസ്ലാമിക നിയമം മതി, നിങ്ങൾക്ക് മതം എന്നുള്ള അടക്കമുള്ള നിയമം ഇവിടെ അവിടെ ഇതേപോലെ മുഹമ്മദ് നബിയെയും ഇസ്ലാമിനെയും വലിച്ചഴക്കുന്നത് ആരാണ്? ഞാനല്ലല്ലോ. ഇവിടെ ഇങ്ങോട്ട് പറഞ്ഞ് അങ്ങോട്ട് മറുപടി വരും. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി എന്ന് നമ്മളെപ്പോഴും പറയുള്ളൂ. ഇവിടെ ഇതൊന്നും പരാമർശിക്കുന്ന ഒരു ആവശ്യമില്ലാത്തടത്ത് നിങ്ങൾ പച്ചയായിട്ട് മൗദൂദിയെ കൊണ്ടുവന്നു, മൗദൂദിയെ കൊണ്ടുവന്ന് അതിനെ വെളുപ്പിക്കാൻ നോക്കുന്നു. ആ രീതിയിൽ മൗദൂദി ഇങ്ങനെ പാകിസ്ഥാൻ എതിരാണെന്നൊക്കെ പറഞ്ഞു വെച്ച് ഇതേപോലെ പറഞ്ഞു വെക്കുമ്പോൾ ഞാൻ ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞു എന്താണ് മൗദൂദി പാകിസ്ഥാൻ എതിരായിരുന്നതിന്റെ കുറച്ചും കൂടി കാരണം ഞാൻ നിങ്ങൾക്ക് എന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചലബള ഓരോന്ന് വിളിച്ചു പോരുന്നു. മൗദൂദി പറഞ്ഞത് ഒന്ന്, നിങ്ങൾ ഇങ്ങനെ ഇസ്ലാമിൽ രാജ്യ അതിർത്തി എന്ന് പറയുന്നത് ഇസ്ലാമിൽ രാജ്യ അതിർത്തി എന്ന് പറയുന്നത് കൺസെപ്റ്റ് ഇല്ല. അതേസമയം നിങ്ങൾ നിൽക്കുന്ന ഇടം ഏതാണോ അത് ഇസ്ലാമികവൽക്കരിക്കുക എന്നതാണ് ഇസ്ലാമിന്റെ രീതി എന്ന് പറഞ്ഞാണ് മൗദൂദി മാറി നിന്നത്. ഒന്നത്. രണ്ടാമത്തേത്, മൗദൂദി പറഞ്ഞു ഇങ്ങനെ ഒരു പാകിസ്ഥാനായി മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും തന്നെ ഇസ്ലാമിക നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് വരുന്ന ഒരു പാകിസ്ഥാൻ ആയിരിക്കില്ല. അതുകൊണ്ട് നമുക്ക് വേണ്ടത് ഇസ്ലാമിക രാജ്യമാണ്, അതിനുവേണ്ടിയാണ് നമ്മൾ നിലകൊള്ളേണ്ടത്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പാകിസ്ഥാനൊപ്പം ഇല്ല എന്ന് പറഞ്ഞു നിന്നു. എന്നിട്ട് പിന്നെ അവസാനം പാർട്ടീഷൻ വന്നു കഴിഞ്ഞപ്പോ അവിടെ പാകിസ്ഥാനിൽ ഇസ്ലാമിക ഭരണമാക്കാൻ, അത് ഇസ്ലാമിക റിപ്പബ്ലിക് ആക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ചരട് വലികൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഈ പറയുന്ന മൗദൂദി. ഈ മൗദൂദിയാണ് ഇവിടെ വിളിപ്പിച്ചത്. കൊടുക്കേണ്ടത് അപ്പൊ തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ അവനൊക്കെ തലയിൽ കയറും. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. പിന്നെ 1971 യുദ്ധത്തിൽ പാകിസ്ഥാൻ അവിടെയുള്ള ജമാഅത്ത് ഇസ്ലാമിക്കാര് ഇപ്പുറത്തെ ഹിന്ദുക്കളെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ഒത്താശ ചെയ്ത ആളുകളാണ് ഇന്ത്യയിലെ ജമാഅത്ത് ഇസ്ലാമി. അതിന്റെ വക്താവാണ് ഇവിടെ ഇരുന്ന് തള്ളുന്നത് എന്ന് നമുക്ക് അറിയുന്നതുണ്ട്. നിങ്ങൾക്ക് അത്ഭുതം ഉണ്ടാവുമായിരിക്കും, നമുക്ക് അത്ഭുതമൊന്നുമില്ല. കാരണം ഇത് പണ്ട് എങ്ങനെയാണ്, ഇവരുടെ വാല് ചൂട് തന്നെയാണ് ഇരിക്കുന്നത്. ഇവരുടെ വാല് നിങ്ങൾ എത്ര കുടലിൽ ഇട്ടാലും അത് നിവരില്ല. കാരണം അത് അൽ വാലാണ്, അത് അൽ കുടലിൽ ഇട്ടാൽ മാത്രമേ അത് അങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ. അത് നിവരാൻ പോകുന്നില്ല. വിവരമുള്ളവർക്കുള്ളതാണ് ഇതൊക്കെ, അല്ലാതെ തന്നെ പോലെ വിവരം ഇല്ലാത്തവർക്കുള്ളതല്ല. വിവരമുള്ളവർക്ക് വിവരമുള്ളവരെ കുറിച്ച് അറിയൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇവർ എത്ര മതേതരവാദികളാണെന്ന് പറഞ്ഞാലും ലോകം ഇവരെ സമ്മതിക്കാത്തത്, ഇവരെ ആ രീതിയിൽ കാണാൻ ഇവർക്ക് സാധിക്കാത്തത് അതുകൊണ്ടാണ്. കാരണം ഈ തക്കിയാണ് എപ്പോഴും എടുത്ത് പൊക്കിക്കൊണ്ട് നടക്കുന്നത്. ഒരു വാക്ക് പോലും പറയാൻ സമ്മതിക്കാതെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഈ അസഹിഷ്ണുത ഇത് തന്നെയാണ് ഇസ്ലാമിന്റെ രീതി. നിങ്ങൾക്ക് എതിരഭിപ്രായം പറഞ്ഞ ആളുകളെ കൊന്നു തള്ളിയിട്ടുള്ള ചരിത്രം മുഹമ്മദ് നബി ചെയ്തിട്ടുള്ളത് തന്നെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൊല്ലാൻ പറ്റാത്തതുകൊണ്ട് ഇതേപോലെ പിന്തുടർന്നുകൊണ്ടിരിക്കും. അതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് സീറോ ഒരു പരിപാടി പോകുന്നില്ല. ജമാഅത്ത് ഇസ്ലാമിയെ വെളുപ്പിക്കാൻ നോക്കിയാലും അത് ഈ ഇന്ത്യയിൽ ഇനി നടക്കില്ല. ഇത് മുളയിലെ നുള്ളി കളഞ്ഞില്ല വെച്ചാൽ പ്രശ്നം ഗൗരവമാവും. കാരണം അത് ഇവിടെ എന്താണ് ജമാഅത്ത് ഇസ്ലാമി എന്നുള്ളത് നിങ്ങൾ പറഞ്ഞല്ലോ. ബംഗ്ലാദേശിൽ ഇടപെട്ടത് ഇലക്ഷൻ, അതിനെക്കുറിച്ച് ഇവിടെ ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞു. എന്താണ് അതിന്റെ സംഗതി? നിങ്ങൾ അല്പമെങ്കിലും ചരിത്രം, അല്പമെങ്കിലും അതിന്റെ പിന്നാമ്പറം ഒന്ന് നോക്കിയിരുന്നെങ്കിൽ ആ വിഡ്ഢിത്തർ ഇവിടെ വിളമ്പുമായിരുന്നോ? ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് യുദ്ധത്തിന് ഇറങ്ങിയത് എന്നുള്ളത് ഒരിക്കൽ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഇനി വീണ്ടും ആവർത്തിക്കണോ? അതാ നമുക്ക് ചോദിക്കാനുള്ളൂ. അതിനൊരു സമാധാനം, അത് ഇന്ദിരാഗാന്ധി ആയി എന്നുള്ളതാണ്. അത് ഏതെങ്കിലും ഒരു BJP കാരനായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ. അത് ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി എന്ന് പറഞ്ഞല്ലേ ഇപ്പൊ നിങ്ങൾ ഇവിടെ പറയാ. അത് ഇലക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നുണ പറഞ്ഞെങ്കിൽ പിടിച്ചു നിൽക്കാൻ നോക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ഇന്ദിരാഗാന്ധി ആയതുകൊണ്ടും അത് കോൺഗ്രസ്സുകാരി ആയതുകൊണ്ടും അത് BJP കാരനായിരുന്നെങ്കിൽ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് BJP കാർ എന്തും ചെയ്യുമെന്ന് പറഞ്ഞു. ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ പറയുന്നത് ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ കണ്ടു, അതായത് നമ്മളുടെ ഇവനെ ഞാനൊരു പൂശട്ടെ, അതുകൊണ്ട് ഒരു പ്രയോജനമില്ല ഏട്ടാ. നിങ്ങളൊന്ന് സമാധാനമായിട്ട് ഒന്ന് കേൾക്കാം. പോലെ കാര്യത്തിലോട്ട് കയറുന്നതിന് മുമ്പേ തനിക്ക് എന്തൊരു ഒരു ഇളവക്കം. നമ്മളുടെ പ്രിയങ്ക ഗാന്ധി എന്താ പറഞ്ഞത്? ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ. അതായത് ഹിന്ദുക്കൾക്ക് വേണ്ടി മിണ്ടിയാൽ പ്രശ്നം, ഹിന്ദുക്കൾക്ക് വേണ്ടി മിണ്ടി ഇല്ലെങ്കിൽ പ്രശ്നം. ഇതെന്ത് കൂത്താണെന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഇത് എവിടുത്തെ ന്യായമാണ്? നമ്മൾ പറയുന്നത് എന്താണ്? ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടല്ല, മനുഷ്യർക്ക് വേണ്ടിയിട്ട് മിണ്ടണം. അത് മിണ്ടുന്ന ആളുകളെ കൊണ്ട് നിങ്ങൾ മിണ്ടിക്കാൻ സമ്മതിക്കില്ല. എന്താ കാരണം? അവിടെ ജമാഅത്ത് ഇസ്ലാമി അവിടെയും നിങ്ങൾ എന്നേക്കാൾ പ്രായക്കൂടുതൽ ഞാൻ വിചാരിക്കില്ല. ഈ കൈ കൊണ്ട് സഹായം വെച്ചതല്ല. നിങ്ങളുടെ ഈ തരത്തിലുള്ള ഈ പരിപാടി, ഈ തക്കിയ പരിപാടി, ഈ അറ്റംചെത്തിയ പരിപാടി അത് നിങ്ങൾ നിർത്തണം. നിങ്ങളുടെ കയ്യിലുള്ള ആ കൂടി കുറെ നുണകളാണ്. ഇസ്ലാം നമ്മൾ പറയുന്നത് ഇതുകൊണ്ടാണ്. ഇസ്ലാം എന്ന് പറയുന്നത് താങ്കളാണ് ഈ പാനലിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള വ്യക്തി.
താങ്കളാണ് മറ്റുള്ളവർക്ക് മാതൃകയാവേണ്ടത്, ഇങ്ങനെ കലവില കൂട്ടാതെ. എന്ത് കാര്യത്തിനായാലും ഒരു മാന്യത വേണ്ടേ? മോശമല്ലേ ഇത് കാണുന്നവർ എത്ര പ്രേക്ഷകരാണെന്നറിയോ? താങ്കൾ ആ യൂട്യൂബ് ഒന്ന് എടുത്ത് നോക്കിയേ, അതിനടിയിൽ വരുന്ന കമന്റുകൾ വായിച്ചേ. താങ്കൾ താങ്കൾ ആ യൂട്യൂബിൽ വരുന്ന കമന്റുകളൊന്നും എടുത്ത് വായിച്ചു നോക്കിയേ. ഇവിടെ കഷ്ടപ്പാടാണെങ്കിൽ ഞാൻ തിരിച്ചു പോകും. അവസാനം മിണ്ടാതെ പറയാതെ പോയി എന്ന് പറഞ്ഞേക്കരുത്. ഒരു മര്യാദ കാണിക്കുക, അല്പമെങ്കിലും മര്യാദ കാണിക്ക്. ഇടപെട്ടു എന്ന് പറഞ്ഞ് ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? താങ്കളോട് മര്യാദ കാട്ടൂല. താങ്കൾ ആങ്കറാണ്. താങ്കൾ ആങ്കർ ആണെങ്കിൽ താങ്കളുടെ പ്രായം വെച്ചാണ് ഞാൻ ആ ബഹുമാനവും ആദരവും തരുന്നത്. അല്ലെങ്കിൽ ഞാൻ പണ്ടേ ഇറക്കി വിട്ടിട്ടുണ്ടാവുമായിരുന്നു. വെറുതെ കൈക്ക് പണി ഉണ്ടാക്കരുത്. കിളവനാണെന്നൊന്നും ഞാൻ നോക്കൂല. പ്ലീസ് ദയവ് ചെയ്ത് സഹകരിക്കുക, ഇങ്ങനെ ബഹളം വെക്കാതെ. ഇത് കാണുന്ന നിരവധി പ്രേക്ഷകരുണ്ട്, അതുകൊണ്ട് ദയവ് ചെയ്ത് സഹകരിക്കുക. സഹകരിക്കുക പ്ലീസ്. ഇടവേളയ്ക്ക് ശേഷം അതാണ് നല്ലത്. അബ്ദുള്ളക്ക് പോകാം. ഇതൊക്കെ നേരത്തെ പറയണ്ടേ? ഞങ്ങളുടെ ക്യാമറ ക്രൂവിനെ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത്? താങ്കൾക്ക് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് തുറന്നു പറയുക. പങ്കെടുക്കാമെന്ന് സമ്മതിച്ചുകൊണ്ടാണല്ലോ ക്യാമറ അയച്ചത്. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ.